ലഹരിക്കെതിരായ ഉപയോഗം മൂലം യുവതലമുറ വഴിതെറ്റുന്നതിനെതിരെ ബോധവൽക്കരണമെന്ന നിലയിൽ വെംബ്ലി ഹിദായ ജുമാ മസ്ജിദ് പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങലയും ബോധവൽക്കരണ സന്ദേശ പരിപാടിയും സംഘടിപ്പിച്ചു. മസ്ജിദ് പ്രസിഡന്റ് കെ ഇസ്മായിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇമാം സഫ്വാൻ അൽ അദനി ഉദ്ഘാടനം ചെയ്തു. സമൂഹ നന്മ നഷ്ടപ്പെടുന്ന ലഹരി തുടച്ചുമാറ്റുവാൻ യുവതലമുറയിലേക്ക് സ്നേഹം പകരണമെന്ന് ഇമാം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം ആകെ താറുമാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം നശിച്ചുപോയി, മക്കൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. എല്ലാ നിലക്കും അദ്ദേഹം ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലായി. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അദ്ദേഹം കോഴിക്കോട് ബസ് സ്റ്റാൻഡിലും അതല്ല റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആളുകളോട് പിച്ച തണ്ടിയിട്ട് 500 100 ഒക്കെ എരന്നു വാങ്ങിയിട്ട് അദ്ദേഹം മദ്യത്തിന് അടിമയായിപ്പോയി. ഏതായിരുന്നാലും ഒരിക്കൽ എൻ്റെ സുഹൃത്ത് ഇദ്ദേഹത്തെ കാണാനിടയായി. എന്നിട്ട് എൻ്റെ സുഹൃത്തിനോട് ഇദ്ദേഹം പൈസ ചോദിച്ചു. സുഹൃത്ത് ഒരു 500 രൂപ കൊടുത്തു. ഏതായിരുന്നാലും എൻ്റെ സുഹൃത്ത് ഇദ്ദേഹത്തിന് 500 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ അറിയപ്പെട്ടൊരു കവിയാണ്, നല്ല കവിതകൾ രചിച്ചിട്ടുണ്ട്, മദ്യം വാങ്ങരുതെന്ന് പറഞ്ഞു. ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിൽ ലഹരി പ്രധാന പങ്ക് വഹിക്കുന്നു. അടിച്ചേൽപ്പിക്കുന്നതിന് പകരം സ്നേഹത്തിലൂടെ ബോധവൽക്കരിക്കണമെന്നും ഇമാം കൂട്ടിച്ചേർത്തു. കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പഞ്ചായത്ത് അംഗങ്ങളായ KL ഡാനിയേൽ, സജിത് K ശശി, കൂട്ടിക്കൽ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഷാൻ P ഖാദർ, വിവിധ സംഘടനാ ഭാരവാഹികളായ PJ വർഗീസ്, ഈപ്പൻ മാത്യു, TP യശോധരൻ, EN ശ്രീകുമാർ, ഹാജി അയ്യൂബ് ഖാൻ കാസിം, KA പാപ്പൻ, റോയി എബ്രഹാം, രജനി രാജൻ, N രവീന്ദ്രൻ, ശ്രീ സൽസ്വരൂപ് രാജ്, EM രാജപ്പൻ, മസ്ജിദ് ഭാരവാഹികളായ നൌഷാദ് വെംബ്ലി, PH നാസർ, നവാസ് പുളിക്കൽ, K നൌഷാദ്, PA ആസീസ്, വാഹിദ് കോട്ടവാദക്കൽ, PM ഇബ്രാഹിം, അനസ് മുഹമ്മദ്, PM ഗനീഫ, നിസാമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിനോട് അനുബന്ധിച്ച് ഇഫ്താർ സംഗമവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.